ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഈ കോൺസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്നും ഇത് ഓർഗാനിക് കോൺസാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേജുകളിൽ നമുക്ക് DIY കിറ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കോൺസ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റയിൽ മെഹസൂക്ക് എന്നുള്ളൊരു പേജിൽ നിന്ന് DIY കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലവർ 100 ഗ്രാം ഹെന്ന പൗഡറും സെലോഫെയിൻ ഷീറ്റും യൂക്കാലിപ്സ് ഓയിലും പൈപ്പിംഗ് ബാഗുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യണം അതിനനുസരിച്ചിട്ട് റേറ്റിൽ ചേഞ്ച് വരും. ഇതിലിപ്പോൾ 100 ഗ്രാം ഹെന്ന പൗഡറുണ്ട്. 100 ഗ്രാം ഹെന്ന പൗഡറിന് നമ്മൾ 2 ടീസ്പൂൺ ഷുഗർ വരെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ തന്നിട്ടുള്ള ആ യൂക്കാലിപ്സിൻ്റെ ഓയിൽ ഫുള്ളായിട്ട് നമുക്കിതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഏത് ഓയിൽ യൂസ് ചെയ്യണോ അതിനനുസരിച്ചിട്ടിരിക്കും മെഹന്തിൻ്റെ കളർ. ഒരുപാട് എസെൻഷ്യൽ ഓയിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ അളവ് സൂക്ഷിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അല്പമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത്, ഓരോ മെഹന്തി പൗഡറിനും വാട്ടർ അബ്സോർബ് ചെയ്യണതിൻ്റെ കൺസിസ്റ്റൻസി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. നല്ലോണം വാട്ടർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ക്ലീൻ ടാപ്പിട്ട് കവർ ചെയ്ത് ഒരു 8 to 12 hours എന്തായാലും ഡ്രൈ റിലീസിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഡ്രൈ റിലീസ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നന്നായി അതിൻ്റെ ലെംസൊക്കെ ഉടച്ച ശേഷം ബീറ്റർ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് യാതൊരു കട്ടിങ് കൂടാതെ നമുക്ക് ഹെന്ന ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഹെന്ന പേസ്റ്റൊക്കെ നമ്മൾക്ക് എത്ര ഉപയോഗിച്ചാലും അത് മുറിഞ്ഞ് പോകും. ആ ഡിസൈൻസ് വരയ്ക്കും തോറും ഹെന്ന പേസ്റ്റ് മുറിഞ്ഞ് പോകും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഹെന്ന പേസ്റ്റ് ഒരിക്കലും നമ്മളായിട്ട് അത് കട്ട് ചെയ്യാതെ ആ ഡിസൈൻസ് ഒരിക്കലും കട്ടായി പോവില്ല. അങ്ങനെ അടിച്ചിട്ടുള്ള ആ പേസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാനിവിടെ ചെറിയ ഹെന്ന കോൺസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിതിലൊരു 15 സെലോഫിൻ ഷീറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ 15 നോർമലായിട്ടുള്ളൊരു 15 കോൺസ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ചെറിയ കോൺസാണ് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെറിയ കോൺസാണ് ഉണ്ടാക്കുന്നത്. കോൺസ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. എനിക്ക് ഹാൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാൻ കോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കോൺസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കോൺസ് ഉണ്ടാക്കിയ ശേഷം ഈ മെഹന്തി നമ്മൾ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു 3 to 4 months വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെളിയിൽ വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.